ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷന് താഴെ മുതൽ മുകളിൽ വരെയുള്ള കൺസ്ട്രക്ഷന് പാർട്ടായിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് വയലിലാണ് ഇത് എടുക്കുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ വയലിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും വ്യക്തമായിട്ടുണ്ടാവും. 4 BHK ആണ്. ഏകദേശം 2250 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ്. അതുപോലെ ഇതിൻ്റെ സ്ഥലം കിടക്കുന്നത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ്, ഒരു കോണായിട്ടാണ് വരുന്നത്. ഒരു മുൻവശം ഇടുങ്ങിയിട്ടും ബാക്കിലോട്ട് കുറച്ച് വിശാലമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ തികച്ചും FSIയും കവറേജും KPBRും അനുസരിച്ചിട്ടുള്ള കറക്റ്റ് റൂൾ പ്രകാരം വളരെ കൺജസ്റ്റഡ് ആയിട്ട് മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാൻ വരച്ചിട്ടുള്ളതും അതിൻ്റെ നിർമ്മാണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇത് ശരിക്കും ഈ വർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാടത്താണ്, വയലിലാണ്. ഏകദേശം ഇതിൻ്റെ അടിയിൽ ഏകദേശം ഒരു 1.5 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വാട്ടർ ലെവലാണ്, ഒരേ ലെവലിൽ വാട്ടർ നിൽക്കുന്നതാണ്. ഞാൻ മുന്നേ പോയി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഏരിയ, കണ്ടില്ലേ? ഫുള്ള് കച്ചറ വേസ്റ്റ് മണ്ണുകളാണ് ഇതിൻ്റെ മുകളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നമുക്ക് ഒരിക്കലും ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനെ മൊത്തം നമ്മൾ JCB ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ഫൗണ്ടേഷന് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യില്ല, മൊത്തം കാര്യം എടുത്തിട്ട് മൊത്തം മണ്ണെടുത്തിട്ട് ആ പ്ലാൻ ഏതൊക്കെ ഏരിയയിൽ വരുന്നുണ്ടോ ആ ഭാഗങ്ങൾ കുറച്ചധികമായിട്ട് കോളത്തിൻ്റെ ഫൂട്ടിങ്ങും കൂടി ആ ഭാഗത്തേക്ക് കടക്കത്തക്ക വിധത്തിൽ മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. മണ്ണ് അങ്ങനെ എടുത്ത് മാറ്റി നമ്മൾ ഏകദേശം റാഫ്റ്റ് ഫൗണ്ടേഷൻ ഏകദേശം 2 അടി താഴ്ചയിൽ നമ്മൾ ആദ്യം ഒരു പ്ലോട്ട് ഉണ്ടാക്കി അതിൻ്റെ ഒരു ബേസ് ലെവൽ ഏകദേശം സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ നമുക്ക് ഏകദേശം അതിൻ്റെ അടിയിൽ എത്ര നമുക്ക് ഇനി കോളത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കുഴി കുഴിക്കണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു വാട്ടർ ലെവലിന് വേണ്ടിയിട്ട് അത് ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം അതിൻ്റെ വാട്ടർ ലെവൽ നിൽക്കുന്ന ഒരു ലെവൽ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മളൊരു കുഴി കുഴിച്ചിട്ടുണ്ട് ഇത് അവിടെ. അപ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ ഏകദേശം ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതാണ് വാട്ടർ ലെവൽ. ഇതിലാണ് നമ്മളെ ഗ്രൗണ്ടിൽ അടിഭാഗം മൊത്തം വെള്ളം നിൽക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ് അത് ഒന്നായിട്ട് ചെളിയാവാനുണ്ട്, ചെളി ഇതിൻ്റെ അടിയിൽ. പിന്നെ അതിൻ്റെ അടിയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നമ്മളെ യെല്ലോ സോയിലുണ്ടല്ലോ, നമ്മൾ പാടത്ത് കാണുന്ന നല്ല ഉറപ്പുള്ള ആ സോയിൽ ഒരു ലെയറുണ്ട്. അതുവരെ നമുക്ക് എന്തായാലും ഇതിൽ നമ്മൾ കോളം ഫൂട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇതിന് നമ്മൾ ഈ പ്ലാനിൽ 18 കോളത്തോളം പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ കോളം ഫൂട്ടിങ് കൊടുക്കാനുള്ളത് കൊണ്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ശരിക്കും വയലിൽ നമ്മൾ 3 തരം ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. പൈൽ ഫൗണ്ടേഷൻ ഉണ്ടാവും, റാഫ്റ്റ് ഫൗണ്ടേഷൻ ഉണ്ടാവും, പിന്നെ നമ്മൾ ഫൂട്ടിങ് ഫൗണ്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫൂട്ടിങ് പ്ലസ് ബോളർ രണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ബീമും, പിന്നെ ഇത് കോളത്തുമ്മൽ നമ്മൾ ഫുള്ള് ബീമായിട്ട് കണക്റ്റഡ് ആവും. ഏതായാലും നമ്മൾ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ കണക്റ്റായി ഏകദേശം നമ്മൾ ഓരോ കോളം മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 18 കോളുണ്ട് ടോട്ടൽ കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഫൗണ്ടേഷൻ അതുപോലെ ഇത് മാർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഒരു മാർക്കിങ് കാര്യങ്ങൾ ഇതിലൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ സ്ട്രക്ചറിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. കോളം ഒന്ന് അങ്ങോട്ട് തെറ്റിപ്പോവുക എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ വരുന്ന ടൈമിൽ ഇത് ഒരുവിധം ഫൗണ്ടേഷനിലൊക്കെ വരുന്ന സംഭവമാണ്. എന്നിട്ട് നമ്മൾ ഈ കുഴി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കോളത്തിൻ്റെ നെറ്റ് അവിടെ ആയിരിക്കില്ല വരിക, കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് പിന്നെ അതിനെ തുരന്ന് അങ്ങോട്ടാക്കി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫൗണ്ടേഷനെ ഏറ്റവും ക്ലീൻ ആക്കുക, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഫൗണ്ടേഷൻ നല്ലപോലെ ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല റിസൾട്ട് തന്നെ വരും. പിന്നീടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും പറ്റും. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ കോളത്തിൻ്റെ ട്രഞ്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോറി വേസ്റ്റ് എടുത്തിട്ട് ഈ ട്രഞ്ചിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1.5 ഫുട്ട് 2 ഫുട്ടോളം ഹൈറ്റിൽ നമ്മൾ കോറി വേസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് റാം ചെയ്തിട്ട് കൊടുക്കുകയാണ്. ബേസിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്ന് പിന്നെ ഏകദേശം നമ്മൾ ഇനി റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിപാടി തുടങ്ങണം. അടിയിൽ പിന്നെ PCCൻ്റെ ഒരു ലെയർ കൊടുക്കുന്നത് നന്നായിരിക്കും.
അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നേരെ റിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ വെക്കുമ്പം 10 mm കമ്പി ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ ആസ് എ ഡിസൈൻ സൈസ് അനുസരിച്ചിട്ട് 10 mm കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് എല്ല് കട്ട് ചെയ്തിട്ട് ഏകദേശം 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ട് എല്ലായിട്ട് നെറ്റ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ നെറ്റിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എങ്ങനെയാണ് അത് ഒടിക്കുന്നത് എന്നുള്ളതും സംഭവം കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വീഡിയോസിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ 2 ഭാഗം എൽ പോർഷൻ ആക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. പിന്നെ അതുപോലെ തന്നെ കോളത്തിൻ്റെ ലെഗ് ചിലവരൊക്കെ കുറച്ചിടാറുണ്ട്. ഏറ്റവും നല്ലത് ആ കോർണറിലേക്ക് എത്തുന്ന കോലത്തിൽ തന്നെ ലെഗും കാര്യങ്ങളൊക്കെ എല്ലൊടിച്ചിട്ട് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാനും ശ്രമിക്കുക. അതൊക്കെ ഫൂട്ടിങ്ങിന് ബലം കൊടുക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന ഫൂട്ടിങ്ങിൻ്റെ ഏകദേശം ഡിസൈനിങ് ട്രാപ്പീസിയം സെക്ഷനാണ്. ബേസ് 25 സെൻറ്റിമീറ്ററും ട്രാപ്പീസിയത്തിൻ്റെ സെക്ഷൻ്റെ ഹൈറ്റ് 20 സെൻറ്റിമീറ്ററും അങ്ങനെ ടോട്ടൽ 45 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ആ രീതിയിലാണ് നമ്മൾ ട്രാപ്പീസിയം സെക്ഷൻ ചെയ്യുന്നത്. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ്ടോ ബേസിൻ്റെ നെറ്റ് അടിക്കുന്നതിൻ്റെ നെറ്റ് കമ്പിപ്പണി നടക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് 15 സ്ക്വയറിലാണ് ഓരോ കമ്പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തത്. അതുപോലെ തന്നെ 4 ഇഞ്ച് എല്ല് അഥവാ 10 സെൻറ്റിമീറ്റർ എൽ ഭാഗം മുകളിലേക്ക് വരുന്ന കോലത്തിൽ പൊക്കി വെക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കോളം ചെയ്യുമ്പോൾ കോളത്തിൻ്റെ കമ്പിയെ കെട്ടുമ്പോൾ റിങ് അടിക്കുന്ന ടൈമിൽ റിങ് നമ്മൾ കോളത്തുമ്മലേക്ക് കൊടുക്കുന്ന ടൈമിൽ റിങ്ങിൻ്റെ ജോയിൻ്റ് വരും. ഈ സ്ട്രിപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ അതിങ്ങനെ ഏകദേശം ഇത് ഒരു ഭാഗം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജോയിൻ്റ് ഇവിടെ വരണം. അടുത്ത ജോയിൻ്റ് നേരെ അടിയിലേക്ക് പോയി കണ്ടോ. ഈ ആൾട്ടർനേറ്റീവ് സംഭവം ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കണം. അത് കോളത്തിൻ്റെ സ്ട്രെങ്ത്തിന് കുറച്ചും കൂടി നന്നായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ടെക്നിക്കൽ വശം അതാണ്. പിന്നെ അതുപോലെ തന്നെ കോളത്തിൻ്റെ ഈ ലെഗിൻ്റെ എല്ലൊടിക്കുന്നത് മാക്സിമം അതിൽ കവർ ചെയ്യാൻ പറ്റുന്ന കോലത്തിൽ തന്നെ എല്ലൊടിച്ചിട്ട് കൊടുക്കുക. ഓരോന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിച്ച് തരാം കേട്ടോ. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ ഏതായാലും ഫൂട്ടിങ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെങ്കിൽ വേറെ വിഷയങ്ങൾ, ട്രയാങ്കിൾ മാക്സിമം അതിൻ്റെ മട്ടം കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. 90 ഡിഗ്രി ആംഗിൾ തെറ്റിയിട്ട് കോങ്കുത്തായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് ക്രോസ് ചെക്ക് എപ്പോഴും ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾക്ക് ഈ ബേസ് വെക്കാൻ. പിന്നെ അതുപോലെ ഓരോ കോളത്തിൻ്റെ സെൻറ്റർ മാർക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചില വർക്കിലൊക്കെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോളം ബെൻഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്ന സൈറ്റുകളുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഇവിടെ തന്നെ നന്നായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ, അങ്ങനത്തെ എക്സ്ട്രാ ചിലവുകൾ പിന്നീട് കോളം പൊട്ടിക്കേണ്ടി വരും. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇതിനൊരു 3-4 തവണ എന്താ ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യാം മാക്സിമം. അങ്ങനെ ഏകദേശം നെറ്റ് വയ്ക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്, നെറ്റ് വയ്ക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് കവറിങ് കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന സാധനം ആയതുകൊണ്ട് കമ്പി ഡയറക്റ്റ് മണ്ണിലേക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ കവറിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവറിങ് വളരെയായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കോളത്തിൻ്റെ നമ്മളെ RCC സ്റ്റീലിൻ്റെ തൂക്കം വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഓരോ ലൈനും നമ്മൾ ഈ തലക്കുന്ന ആ തല വരെ കെട്ടി നോക്കിയിട്ട് ആ കോളത്തിൻ്റെ സ്റ്റീലിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം ഈക്വലാണോ അതിനനുസരിച്ചിട്ട് അത് ശ്രദ്ധിച്ചിട്ട് തൂക്കിട്ടിട്ട് തന്നെ കോളം കമ്പിയിലോ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടോ ഉറപ്പിച്ച് നിർത്തുക. അത് കോളത്തിൻ്റെ കമ്പി പിന്നീട് കവറിങ് വിട്ട് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കോളം വളരെ സ്ട്രൈറ്റായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ കോൺക്രീറ്റ് നമ്മൾ ഫൂട്ടിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൂക്കം വീണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ ഫൂട്ടിങ്ങും കാര്യങ്ങളും കമ്പിപ്പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളത് കോൺക്രീറ്റ് തുടങ്ങിയല്ലേ, എന്നാൽ തുടങ്ങാം. അപ്പം കോൺക്രീറ്റ് തുടങ്ങിയതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട്. നമ്മൾ ഒരു ചട്ടി എങ്ങനെ സിമൻറ്റ് എടുക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ മെറ്റലും എംസാൻഡ് എടുക്കണം. മെറ്റലും എംസാൻഡ് എടുക്കുക കൊട്ടയിലാണ്. നമ്മൾ ഒരു ചട്ടി തൂമിച്ചിട്ട്, ഇപ്പം നമ്മളെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1, 1.5, 3 1, 1.5 and 3 എന്ന് പറഞ്ഞാൽ M20 മിക്സ്. ഇതെന്ത് ചെയ്യുക, ആ സിമൻറ്റ് എങ്ങനെ എടുക്കണം അതേപോലെ ഒരു ചട്ടി എടുത്തിട്ട് ആദ്യം നമ്മൾ റബ്ബർ കൊട്ടയിലേക്ക് ഇടുക. അതിൻ്റെ ശേഷം പിന്നെ ഒരു അരച്ചട്ടി എടുത്തിട്ട് കൊട്ടയിലേക്ക് ഇടുക. കൊട്ടയിലേക്ക് എത്ര വരുന്നുണ്ട് നോക്കുക.
അതിനനുസരിച്ചിട്ട് എംസാൻഡ് എടുക്കുക. ശേഷം ആ കൊട്ടയിൽ ഇപ്പോൾ 1.5 ചട്ടി ഉണ്ട്. ആ കൊട്ട എംസാൻഡിൻ്റെ കൊട്ട 2 കൊട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൊട്ട എന്ന് അറിയുന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചിട്ട് മെറ്റൽ കൊടുക്കുക. അപ്പം 3 ചട്ടി മെറ്റലാണ്. നമ്മൾ സിമൻറ്റ് എങ്ങനെ എടുക്കണോ അതുപോലെ തന്നെ 3 ചട്ടി മെറ്റലും വേണം, 1.5 ചട്ടി എംസാൻഡും വേണം. ഇതിലിപ്പം ഇവിടെ 1 ചാക്ക് സിമൻറ്റാണ് ആ മെഷീനിലേക്ക് പൊട്ടിച്ചിടുന്നത്. ഓക്കെ, 1 ചാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ചട്ടി സിമൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള എംസാൻഡും മെറ്റലും അതിൽ കയറി പോകണം. അതുപോലെ മിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ സ്ലംബ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഡിസൈൻ മിക്സ് അല്ലാത്തതുകൊണ്ട് M20 1.5 and 3 റേഷ്യോയിൽ വരുന്ന കോൺക്രീറ്റ് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന ടൈമിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ അതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മാക്സിമം വാട്ടർ ആഡ് ചെയ്യുന്നത് മാനുവലായിട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കേ അതിന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സ്ലംബ് ഒരിക്കലും 70-80 അതിൻ്റെ മുകളിലേക്ക് പോകരുത്. മാക്സിമം മാനുവൽ നമുക്ക് വേണ്ട സ്ലംബ് റിസൾട്ട് കിട്ടേണ്ടത് 70 to 80 ഇടയിൽ സ്ലംബ് റിസൾട്ട് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്യൂബ് ടെസ്റ്റ് ഉണ്ട്. ക്യൂബ് ടെസ്റ്റിൻ്റെ 3 ക്യൂബ് എടുത്തിട്ട് 3 ലെയറായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ക്യൂബ് ടെസ്റ്റ് എങ്ങനെ എടുക്കൽ എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റാവുന്നതാണ്. അപ്പം അതും ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ടെസ്റ്റുകളും. ആദ്യം പറഞ്ഞിരുന്നു ഇതിൻ്റെ ബേസ് ലെയർ 25 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബേസ് ലെയറാണ് എല്ലാ കോളത്തിൻ്റെ ബേസ് ലെയർ ഇടുന്നത്. എല്ലാ കോളത്തും ഇട്ടുന്നില്ല, ഏകദേശം അതിൻ്റെ ഒരു 6-7 കോളത്തോളം നമ്മൾ ബേസ് ലെയർ ഇട്ടെടുത്ത് അതിൻ്റെ 1/3 ഭാഗം ബേസ് ലെയർ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ട്രാപ്പീസിയം സെക്ഷൻ അതിൻ്റെ മുകളിലേക്ക് ചെയ്യുക. ട്രാപ്പീസിയം സെക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും മിക്സ് കുറച്ച് ടൈറ്റാക്കി ഇറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ആ ട്രാപ്പീസിയം സെക്ഷൻ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് ലെയർ ഇട്ട് കഴിഞ്ഞതിന് ശേഷവും കോളത്തിൻ്റെ തൂക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം അത് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുപോയിട്ട് ഇടുന്നതിൻ്റെ പ്രഷർ കാരണം അത് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രാപ്പീസിയം സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഫൈനൽ ലെവൽ ചെയ്യുന്നതിന് മുന്നേ കോളത്തിൻ്റെ തൂക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം ഫിനിഷ് ചെയ്യുക. ഇത് നമ്മളെ ബേസ് സെക്ഷനാണ്. കഴിഞ്ഞിട്ട് മറ്റേ ട്രാപ്പീസിയം സെക്ഷന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് ഫിനിഷായിട്ട് കഴിഞ്ഞു. ഏകദേശം നമ്മൾ അങ്ങനെ സൈറ്റിൽ 18 കോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സംഭവം പാർട്ട് 2 ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം. ഇത് കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട്, പക്ഷെ അത് മാക്സിമം കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ സഹിച്ച് ക്ഷമിച്ച് കേട്ട് നിന്ന് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.